കൃഷിയുടെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കണം, കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കണം. വിഷം തെളിക്കാത്ത പച്ചക്കറികളാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, അല്ലേ? വിഷം ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിലുമാരെ കൂടെ നമ്മൾ അതുപോലെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അത് വന്നാൽ നമുക്ക് വീട്ടിലൊക്കെ പോയി കൃഷി ചെയ്യാം. ആ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാം. മുളകായാലും വെണ്ടയ്ക്കായാലും അങ്ങനെ സാധനങ്ങളൊക്കെ എളുപ്പമുള്ള സാധനങ്ങൾ പണിയാം. കാരണം വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ പോകണ്ട, അത് ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ള കാര്യങ്ങളാണ് വഴുതനങ്ങ, പച്ചമുളക്. വളരെയധികം പ്രാധാന്യം രാജ്യം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ജീവനും സ്വത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഇന്ത്യൻ മിലിറ്ററി, അതുപോലെ അത് നമ്മുടെ എന്താ പറയുക പട്ടാളം, അവർക്കും ഒപ്പമാണ് ഇന്ത്യയിലെ കർഷകർക്ക് സ്ഥാനം. നമ്മുടെ ഒരു ആപ്തവാക്യം മുദ്രാവാക്യമായിട്ട് ഇന്ത്യയുടെ എന്താണെന്നറിയില്ലേ? എന്താണ് പറയും? ഇന്ത്യയുടെ മുദ്രാവാക്യം കർഷകരുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ലോക നിലവാരം പുലർത്തുന്നതാണ്. ജയ് ജവാൻ ജയ് കിസാൻ. അപ്പോൾ കർഷകരായ ആളുകൾ ചേറിൽ കാല് കുത്തുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ചോറില് കായ കുത്തുന്നത്, അല്ലേ? പിന്നെ കർഷകരില്ലേ, നമ്മുടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, ആണോ അല്ലയോ? ആണ്. അപ്പോൾ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു വലിയൊരു ഭരണകൂടത്തെ തന്നെ മുട്ടുകുത്തിക്കാൻ പാകമായിട്ടുള്ള ഒരു വർഗ്ഗമാണെന്ത്? കർഷകർ, ഇല്ലേ? നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം, പാക്കറ്റ് ഫുഡുകൾ ഒഴിവാക്കണം. എന്താ കാരണം? ഈ പണ്ടൊന്നും ക്യാൻസർ അതുപോലെയുള്ള മാരക രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കേട്ടിട്ടിരുന്നില്ല, സാർവത്രികമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നോ ഒരു 100 ആളിനെ എടുത്താൽ ഒരു 50 പേരെങ്കിലും 50% എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള അസിഡിറ്റി. കതിര് 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 കൊണ്ടുവായോ, കെട്ടി കൊയ്തു കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കെട്ടി കൊയ്തു കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കെട്ടി കൊയ്തു കൂട്ടിവായോ. ആരന്റെ കണ്ടത്തിൽ